ഓൾ വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് S6-ലെ റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ആദ്യത്തെ 2 മൊഡ്യൂളിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള PDF നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിന് 500 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ നോട്ട്സ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. 5 പേപ്പർ ഒരുമിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 4 പേപ്പറിൻ്റെ പൈസ തന്നാൽ മതിയാവും. അപ്പോൾ കൃത്യമായിട്ട് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കണമെന്നല്ല പറയുന്നത്, കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേറ്റീവ് പഠിച്ചപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ റൈമാൻ ഇൻ്റഗ്രലിൽ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് വരുന്നത് പാർട്ടീഷനാണ്. പാർട്ടീഷൻ്റെ ഡെഫിനിഷൻ ചാൻസ് കുറവാണ്, നിങ്ങൾ വായിച്ചു വെച്ചിരുന്നാൽ മതി. അതേപോലെ തന്നെ പിന്നെ നോം എന്താണ് അല്ലെങ്കിൽ മെഷ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടാഗ് വരുന്നുണ്ട്. അപ്പോൾ പാർട്ടീഷൻ, മെഷ്, ടാഗ് ഡെഫിനിഷൻസ് ഒന്നും കളയാതെ പഠിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രം നിങ്ങൾക്ക് ബാക്കിയുള്ളത് പഠിക്കാൻ പറ്റൂ. സോ ഡെഫിനിഷൻസ് എല്ലാം നിങ്ങൾ വിടാതെ പഠിക്കുക. പിന്നെ റൈമാൻ സമ്മിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമ്മുടെ ഈ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോട്ട്സ് വാങ്ങിക്കുക. റൈമാൻ സമ്മൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആകുന്നത്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആവുന്നത്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുന്നത്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ റൈമാൻ ഇൻ്റഗ്രബിൾ ആവുന്നത്, ഈ 4 ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു വെച്ചേക്കുക. കാര്യമായിട്ട് പിന്നെയും റിവൈസ് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ നമ്മളുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ യുണീക്ക് ആണെന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. അത് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു തിയറമാണ്. അത് പഠിച്ചു വെച്ചേക്കുക. 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ തിയറമാണ്. ഞാൻ സിമ്പിൾ തിയറമാണെന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് തിയറംസ് ഒന്നും നിങ്ങൾ ഒരിക്കലും വിടരുത്. അത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്നത് f(x) = g(x) ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ a to b f = ഇൻ്റഗ്രൽ a to b g എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ പറയുമ്പോൾ എല്ലാ തിയറും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന രീതിക്ക് ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം. ഒരു വലിയ തിയറമാണ്. അപ്പോൾ ഈ വലിയ തിയറത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ തിയറമാകുമ്പോൾ 15 മാർക്കിൻ്റെ എസ്സേക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തിയറം ചോദിക്കുമെങ്കിൽ 15 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിക്കൂ, ഇല്ലെങ്കിൽ ചോദിക്കത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പഠിക്കുന്നത് ചിലപ്പോൾ വെറുതെ ആയിപ്പോവും, പക്ഷേ ചിലപ്പോൾ 15 മാർക്ക് കിട്ടും. അതുകൊണ്ട് ഈ തിയറം നിങ്ങൾ എന്തായാലും പഠിക്കുക. നല്ലൊരു തിയറമാണ്, വലിയ തിയറമാണ്. പിന്നെ എക്സാമ്പിൾസ് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻ്റഗ്രബിൾ ആണെന്ന് കാണിക്കുന്നതാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണ്, അത് ഇൻ്റഗ്രബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതൊക്കെ നല്ല എക്സാമ്പിൾസ് തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് റൈമാൻ സമ്മ് കണ്ടുപിടിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. റൈമാൻ സമ്മ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇൻ്റഗ്രബിൾ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ എക്സാമ്പിൾസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രലാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ f+g, f(g), f/g ഒക്കെ കണ്ടിന്യൂസ് ആണെന്നും അവർ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇവരൊക്കെ ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എളുപ്പവുമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേ കണക്ക് വരുന്നതാണ് ഈ റൈമാൻ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനും. ഈ പറയുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണെന്നുണ്ടെങ്കിൽ സമ്മ് ഇൻ്റഗ്രബിൾ ആണ്. പിന്നെ ഇതുണ്ടോ, f(x) ≤ g(x) ആണെങ്കിൽ ഇൻ്റഗ്രൽ a to b f ≤ ഇൻ്റഗ്രൽ a to b g. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോപ്പർട്ടീസ് എപ്പോഴും എളുപ്പവുമായിരിക്കും, ഇമ്പോർട്ടൻറ്റും ആയിരിക്കും. സോ അത് നിങ്ങൾ പഠിച്ച് വെച്ചേക്കുക. നെക്സ്റ്റ് ബൗണ്ടഡ്നെസ് തിയറമാണ്. ബൗണ്ടഡ്നെസ് തിയറം നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. അപ്പോൾ ഇൻ്റഗ്രലിലെ ബൗണ്ടഡ്നെസ് തിയറമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതാണ്. ഈ നോട്ട് സ്ഥലം വിട്ട് എഴുതിയേക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് തോന്നുന്നത്. ഇത്രയും വലുതല്ല, 4 മാർക്കിന് എന്നാലും ചോദിക്കാവുന്നതാണ്. പിന്നെ എക്സാമ്പിൾസ് ഉണ്ട്. റിയൽ അനാലിസിസിലെ എക്സാമ്പിൾസൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിലെല്ലാം ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ് കൂടുതലും. പിന്നെ നമ്മൾ ഈ PDF-നകത്ത് എക്സസൈസ് നോട്ട്സ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സസൈസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നോമൊക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ PDF വാങ്ങുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു പോവുക. അതല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ നോക്കി പോവുക. പ്രോബ്ലംസിൻ്റെ നോട്ട് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോഷി ക്രൈറ്റീരിയൻ ആണ്. കോഷി ക്രൈറ്റീരിയൻ്റെ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷീസ് ക്രൈറ്റീരിയൻ ഫോർ റൈമാൻ ഇൻ്റഗ്രബിലിറ്റി എന്നൊക്കെ ചോദിക്കാം. 4 മാർക്കിനോ 15 മാർക്കിൻ്റെ എസ്സേയുടെ സബ് ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാവുന്നതാണ്. പിന്നെ കോഷി ക്രൈറ്റീരിയൻ്റെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല.
സ്ക്യൂസ് തിയറം പേരുള്ള തിയറംസ് ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതിൻ്റെ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ക്യൂസ് തിയറം മോസ്റ്റ് ഇമ്പോർട്ടൻസിൽ പെടുത്താവുന്ന തന്നെയാണ്. സ്ക്യൂസ് തിയറം റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ള ചോദ്യവുമാണ്. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റൈമാൻ ഇൻറ്റഗ്രബിൾ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ 5J എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ക്വസ്റ്റ്യൻസും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന വീഡിയോയ്ക്ക് ഒരു അർത്ഥം ഇല്ലാതായി പോകും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് ഒഴിവാക്കുവാണ്. അപ്പോൾ അതിൽ തന്നെ അത് ഒഴിവാക്കിയിട്ട് അത് ചോദിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് ഈ 5J എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും പഠിച്ചു വെച്ചേക്കുക. പിന്നെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് റൈമാൻ ഇൻറ്റഗ്രബിൾ ആണെന്നും പറയുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഞാൻ ഇതൊക്കെ ഒഴിവാക്കുവാണ്. എൻ്റെ എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. എക്സാമ്പിൾസ് ഒന്നും ഇടാൻ പറ്റില്ല, എക്സാമ്പിൾസൊക്കെ ചോദിക്കും. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് റൈമാൻ ഇൻറ്റഗ്രബിലിറ്റി. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ റൈമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ച് വെച്ചേക്കണേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മൊണോട്ടോൺ ആണെങ്കിൽ ഇൻറ്റഗ്രബിൾ ആയിരിക്കും എന്നുള്ള ചോദ്യം, അതും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻറ്റഗ്രബിൾ ആണ്, അല്ലെങ്കിൽ മൊണോട്ടോൺ ആണെങ്കിൽ ഇൻറ്റഗ്രബിൾ ആണ്. അതേപോലെ തന്നെ അഡിറ്റിവിറ്റി തിയറം വരുന്നുണ്ട്, അഡിറ്റിവിറ്റി തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അഡിറ്റിവിറ്റി തിയറം ഒക്കെ 15 മാർക്കിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ കോൺവേഴ്സും വരുന്നുണ്ട്, അപ്പോൾ ആ കോൺവേഴ്സ് കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ കുറച്ച് കൊറോളറീസ് ആണ്, കൊറോളറീസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഡെഫിനിഷൻ വരുന്നുണ്ട്, ഡെഫിനിഷനും നെക്സ്റ്റ് തിയറം ഒന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അഡിറ്റിവിറ്റി തിയറം ആണ് ഈ ഒരു സാധനത്തിൽ നമുക്ക് കൂടുതൽ ചോദിക്കാൻ ചാൻസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ തിയറമാണ്. മക്കളെ, ഫണ്ടമെൻ്റൽ തിയറം എക്സാമിന് ചോദിക്കും. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം, ഇതിനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിക്കും. അത് മാത്രമായിട്ട് നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. 15 മാർക്കിൻ്റെ എസ്സേയുടെ സബ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. പിന്നെ ഫണ്ടമെൻ്റൽ തിയറമായിട്ട് ബന്ധപ്പെട്ട് ചില എക്സാമ്പിൾസും ഉണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളാണത്. അപ്പോൾ ഈ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് ഒരു ഡെഫിനിഷനാണ് വരുന്നത്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിച്ചു വെച്ചേക്കുക, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ മാക്സിമം ബൗണ്ട് പറയുന്ന ഒരു തിയറം ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു തിയറമാണ്. അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് സെക്കൻഡ് വെർഷൻ, ഫസ്റ്റ് വെർഷനും പഠിക്കണം, സെക്കൻഡ് വെർഷനും പഠിക്കണം. അപ്പോൾ സെക്കൻഡ് വെർഷനും അത്യാവശ്യം വലിയ തിയറമാണ്, നമുക്കുള്ള തിയറങ്ങളൊക്കെ വലിയ തിയറമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ദെൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ ഡിഫറൻഷ്യബിൾ ആണെന്നുള്ള ചോദ്യമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് പ്രൂഫ് ഇല്ലല്ലോ, നിങ്ങൾ പഠിക്കേണ്ട. പ്രൂഫ് ഇല്ലാത്ത തിയറങ്ങളൊന്നും നിങ്ങൾ പേരുണ്ടെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ചിലർക്ക് തോന്നും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഭൂരിഭാഗം ടോപ്പിക്കുകളും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയണ്ടായിരുന്നല്ലോ. നമുക്കൊരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത സിലബസ് മാറിയ ഒരു സാഹചര്യത്തിൽ ഇന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്, അത് മാത്രം പഠിച്ചാൽ മതിയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പല വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഇതേ സിലബസിൽ വേറെ ടെക്സ്റ്റ് വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ സിലബസൊക്കെ. അപ്പോൾ അതിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ 4 വർഷമായിട്ട് റിയൽ അനാലിസിസിൻ്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കറിയാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇനിയും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ചോദ്യങ്ങളാവും. ഓക്കെ, അപ്പോൾ അതിൽ ഈ 15 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ഇപ്പം ഒഴിവാക്കാൻ പറ്റാതെ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് ചോദിച്ചു ഇത് ചോദിച്ചില്ല എന്നൊക്കെ പറയുമ്പം നമുക്ക് അതിനൊരു സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ മാക്സിമം ഈ ക്വസ്റ്റ്യൻസൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു അല്ലയോ, അല്ലെങ്കിൽ അടുത്ത പേപ്പറുകൾക്കൊക്കെ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വേണം, അതല്ലെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇട്ടിട്ട് പോയാൽ നന്നായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ എന്തെങ്കിലും ഒരു കമൻറ്റിൽ ഇട്ടേക്കുക. ഓക്കെ, താങ്ക് യു.